സാറ്, നവീൻ ബാബുവിന്റെ മരണം കേരളത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല ഇനി തെളിവുകളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതെന്താണ് എന്നതിൽ ഒരു വ്യക്തത ആവശ്യമാണല്ലോ മലയാളികൾക്കുൾപ്പെടെ. പ്രധാനമായും നവീൻ ബാബുവിന്റെ കുടുംബത്തിനാണ്. അതിനുവേണ്ടി കുടുംബം ഇപ്പോൾ നിരന്തര CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. കാരണം ഈ പോലീസിനെതിരെ വിമർശനമുണ്ടായിരുന്നു. ആദ്യം അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കെതിരെ വിമർശനമുണ്ടാകുന്നു. എന്താണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്നത്? നവീൻ ബാബുവിൻ്റെ മരണം ഒരു സാധാരണ മരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ഓരോ ദിവസം കഴിയുന്നതിനും ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ രണ്ട് കൂട്ടരും ബാധിച്ചു. മഞ്ജുഷയുടെ ഭാര്യ മഞ്ജുഷയുടെ വക്കീലും ബാധിച്ചു, സർക്കാരിൻ്റെ വക്കീലും ബാധിച്ചു. മഞ്ജുഷയുടെ വക്കീൽ പറയുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോഡിയിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു. അപ്പോൾ അത് ആത്മഹത്യ ചെയ്താൽ അങ്ങനെ വരുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് രക്തക്കറ കാണാൻ കാരണം? അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതും യഥാർത്ഥ ബോഡിയുടെയും ഈ കയറിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച് 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം പറയുന്നു. അതുപോലെ തന്നെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ, സാധാരണ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെയും കൂടെ സാന്നിധ്യത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം അകത്താണ് നടക്കുന്നതെങ്കിൽ അവർ പുറത്തുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, പ്രശാന്ത് ഭാര്യയും ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഈ പരിഹാരം. വീട്ടുകാർ പറയുന്നു പരിഹാരത്ത് വെച്ച് ചെയ്യരുതെന്ന് അവർ പറഞ്ഞത്. പക്ഷെ സർക്കാരിന്റെ വക്കീൽ പറയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഇതെല്ലാം തമ്മിൽ ഒരുപാട് ദുരൂഹതകളും തർക്കങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാരും തർക്കമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അത് CBIയിലേക്ക് പോണ്ടേ? അപ്പോൾ കോടതി എന്തായാലും വിധിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മരണത്തെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ, തുടക്കം മുതൽ, ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ PP ദിവ്യയായിട്ട് ബന്ധപ്പെടുത്തി കേൾക്കുന്നു. കളക്ടർക്ക് ഇതിനകത്തുള്ള താല്പര്യം എന്താണ്? കളക്ടർ ഇപ്പോഴും ഒരു ബിഹൈൻഡ് ദ കർട്ടനിലാണ്. കർട്ടൻ്റെ അകത്തില്ല, സ്റ്റേജിലില്ല. അപ്പം കളക്ടറുടെ റോൾ എന്താണ്? പ്രശാന്തിൻ്റെ റോൾ എന്താണ്? അതുപോലെ തന്നെ വേറെ ഇനി മൂന്നാമത് പാർട്ടീസ് ഉണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഇവിടെ ഉണ്ടായെന്ന് പറയുന്നു. അവിടുത്തെ പല നിയമലംഘനങ്ങൾക്കും പല കാര്യങ്ങൾക്കും ലൈസൻസ് കൊടുക്കാത്തതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ വലിയ തർക്കമുണ്ടായിരുന്നു നവീൻ ബാബുവായിട്ട് അവിടുത്തെ പല ആളുകൾക്കും. അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രിക്റ്റായ ഉദ്യോഗസ്ഥനായതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ മരണം എന്താണെന്ന് പറയേണ്ടതിൻ്റെ ഒരു ബാധ്യത ഗൗരവമായിട്ടുണ്ട്. ഈ വീട്ടുകാർ പറയുന്ന 3-4 ആരോപണങ്ങൾ, രക്തക്കറ കണ്ടതും ഈ സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസവും ഇവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തിയതും അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറഞ്ഞതും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 7-8 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. അപ്പോൾ അത്രയും ഗൗരവമായ വിഷയങ്ങൾ പറയുമ്പോൾ ഇത് CBIക്ക് വിടാം എന്ന്, അല്ലെങ്കിൽ വിടണം എന്ന് വീട്ടുകാർ ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ് ഇതിനെ എതിർക്കുന്നത്? CBI സത്യം അറിയുക എന്നുള്ളതാണല്ലോ പ്രധാനം. പക്ഷേ ഗവൺമെന്റ് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ആദ്യം പോലീസിന്റെ റിപ്പോർട്ട് എന്താണോ അതിന് വിപരീതമായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. പോലീസിന്റെ റിപ്പോർട്ട് വരെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഇപ്പം വീണ്ടും അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ വരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചിട്ടുണ്ടോ? വീണ്ടും ചോദ്യമുണ്ട്. CCTV പരിശോധിച്ചു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോലീസ് പറയുന്നത്. അങ്ങനെ CCTV പരിശോധിച്ചെങ്കിൽ ആരെല്ലാം ഇദ്ദേഹം താക്കോൽ കൊടുത്തത്? താക്കോൽ കൂട്ടി കൊടുത്തിട്ടായിരിക്കുമല്ലോ പോകുന്നത്. കൊടുത്തതിന് ശേഷം പിന്നെ വന്ന് തുറക്കണം. അകത്ത് ആള് കൊന്നായാലും കൊലപാതകമായാലും ആത്മഹത്യയായാലും ബോഡി അകത്താണ് കണ്ടത്, വീട്ടിനകത്താണ് കണ്ടത്, ഈ താമസിക്കുന്ന സ്ഥലത്താണ് കണ്ടത്. അതിനകത്തേക്ക് ആളെ പോകണം, ഒന്നുകിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ ആൾ പോകണം, ജീവനോടെ പോകണം. ആരെന്ന് താക്കോൽ മേടിച്ചു? ഞാൻ ഇപ്പോഴും ഇതുവരെ എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും പല ചാനലുകളിലും ഇത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ നവീൻ ബാബു പൂട്ടിയിട്ട് താക്കോൽ ആരിൽ കൊടുത്തു? ഇതാ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയണ്ടേ? പിയൂണോ സഹപ്രവർത്തകരോ പറയണ്ടേ? 2, അങ്ങനെ കൊടുത്തെങ്കിൽ തിരിച്ച് മേടിച്ചോ? കഥ തീരും. നവീൻ ബാബു താക്കോൽ തന്നു, ഇത്ര മണിക്ക് 10 മണിക്ക് താക്കോൽ തന്നു, 11 മണിക്ക് വന്ന് തിരിച്ച് മേടിച്ചു, അകത്ത് കയറി പോയി, ഞാൻ കണ്ടു, ജീവനോട് അകത്ത് കയറി പോകുന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അപ്പോൾ അത് ആരാണ് മേടിച്ചത്? താക്കോല് ആരോ മേടിച്ചു. തിരിച്ച് താക്കോൽ നവീൻ ബാബുവിന് കയ്യിൽ എങ്ങനെ വന്നു? ആരോ കൊടുത്തിട്ടാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ താക്കോൽ തുറന്നിട്ടിട്ട് പോകില്ലല്ലോ. ഒരു വീട്, അദ്ദേഹം താമസിച്ചിരുന്ന വീട്, അദ്ദേഹം ഒഴിവായി, അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി, ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി പോകുമ്പോൾ വീട് ചാരി ഇട്ടിട്ട് പോകില്ലല്ലോ, അടച്ചിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ താക്കോലാരെ കൊടുത്തിട്ട് അതേ ഇനി ചാരി ഇട്ടിട്ടാണോ പോയത്? അല്ല, ശരി, ചാരി വെറുതെ ലോക്ക് ഇടാതെ ചാരി ഇട്ടിട്ടാണോ പോയത്? വെറുതെ ഡോർ അടച്ചിട്ടാണോ പോയത്? ഇത് മാത്രം തെളിയിച്ചാൽ പോരെ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. അപ്പോൾ ദുരൂഹത വീട്ടുകാർ പറയുന്ന പോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ധാരാളം ദുരൂഹതയുണ്ട്. ആ ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി എന്ത് നടക്കണം? അന്വേഷണം നടക്കണം. അതിനേക്കാൾ പ്രധാനമാണ്, ഒരറ്റത്ത് നിൽക്കുന്നതാണ് രാഷ്ട്രീയ നേതാവാണ്, മറ്റൊരറ്റത്ത് നിൽക്കുന്നത് എന്താണ്? IAS പ്രധാനപ്പെട്ട ഒരാളാണ്, മൂന്നാമത് നിൽക്കുന്ന ആളാണ് പ്രശാന്ത്. ഈ സംശയം ഇതിനകത്ത് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും പ്രശാന്തിന്റെ പേര് പറയുന്നുണ്ടല്ലോ. പ്രശാന്ത് രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളാണ്, കണ്ണൂരാണ് സ്ഥലം.
അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ആവശ്യമുണ്ട്? വളരെ ഗൗരവമായൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ വെറുതെ നമുക്ക് വിടാൻ പറ്റുന്നൊരു കേസല്ല. കാര്യം പൊതുസമൂഹത്തിന് ഇത് അറിയാൻ താല്പര്യമുണ്ട്, അവകാശമുണ്ട്. താല്പര്യത്തെക്കാൾ പ്രധാനം ഇതൊരു കൗതുകവും താല്പര്യവുമല്ല. ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ ആരും ശിക്ഷിച്ചു, അത് കൗതുകത്തിൻ്റെ പ്രശ്നമല്ല, ഇത് താല്പര്യത്തിൻ്റെ വിഷയമല്ല, അവകാശമുണ്ട്. കാര്യം എന്താണ്? ഇനിയും തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യാതിരിക്കണം, അവർക്കുള്ള സന്ദേശം പോകണം. കോടതി കൃത്യമായി ശിക്ഷിക്കപ്പെടും ആളുകളെ, അവരുടെ സന്ദേശം പോകണം. പൊതുസമൂഹത്തിനൊരു സന്ദേശം വേണം. ഇനിയും ഞാൻ ചോദിക്കുന്നേ, 5 ലക്ഷം ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ, 5-5.5 ലക്ഷം ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ വില്ലേജ് ഓഫീസ് മുതൽ റവന്യൂ വകുപ്പിൽ തന്നെ എത്ര ലക്ഷം ആളുകളുണ്ട്? അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങാനും സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, RT ഓഫീസ് അടക്കമുണ്ട്. അവരെല്ലാം സത്യസന്ധരാവാൻ തീരുമാനിച്ചാൽ പിന്നെ അവരെ ജീവൻ കാണും ഇവിടെ. അപ്പോൾ ആളുകൾ കിട്ടുന്ന മെസ്സേജ് എന്താണ്? സത്യസന്ധത ഒന്നും ആവണ്ട, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും മറ്റുള്ളവരുടെ കൂടെയൊക്കെ നിന്ന് കിട്ടുന്ന കാശ് മേടിച്ചുകൊണ്ട് പോകാം എന്നല്ലേ സാധാരണ ഉദ്യോഗസ്ഥൻ ചിന്തിക്കുള്ളൂ. എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ എടുക്കുന്നത്? ജീവൻ പോയിട്ട്. അപ്പം പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ സമൂഹത്തിന് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം നടന്ന് ഒരു ശിക്ഷ വന്നാൽ ഉദ്യോഗസ്ഥർക്ക് ഒരു മെസ്സേജ് കിട്ടി. എന്താ കിട്ടുന്നത്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, അതുകൊണ്ട് നമുക്കൊരു ധൈര്യം, നമുക്ക് നിൽക്കാം എന്നുള്ള ധൈര്യം വരും. ഇത് അതുമില്ല. ഉദ്യോഗസ്ഥർക്ക് പോലും ജീവിക്കാൻ കഴിയും, അവർക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെടും. നമ്മളെന്താണ് ഫയലിൽ അങ്ങനെ സത്യം എഴുതാൻ പോകുന്നത്? കള്ളം എഴുതി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഫയലിൽ എഴുതണ്ട, സ്ട്രോങ് ആയിട്ട് എഴുതണ്ട, കൈക്കൂലി കിട്ടണേ മേടിക്കാം, അഴിമതി നടത്താം, കണ്ണടയ്ക്കാം, ലൈസൻസ് ആരും കൊണ്ടുപോട്ടെ, എനിക്കെന്താ, ഇവിടെ അനധികൃതമായി എന്തോ നടക്കട്ടെ, എനിക്കെന്താ എന്ന് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോകുന്നു, അല്ലെങ്കിൽ ജീവൻ പോകുന്നു. ഇതല്ലേ? ഒന്നുകിൽ പിന്നെ വ്യവസ്ഥിതി പറയുന്ന അഴിമതികൾക്കെല്ലാം കൂട്ടുനിൽക്കുക, അല്ലെങ്കിൽ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ ഫയലിൽ തൊടാതിരിക്കുക, അല്ലെങ്കിൽ ജീവൻ പോകും. ഇതാണോ മെസ്സേജ്? ഈ മെസ്സേജാണോ നവീൻ എന്ന് പുറത്തു വരേണ്ടത്? അല്ല. ആ മെസ്സേജ് പുറത്തു വരുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് കിട്ടണം ശിക്ഷ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട നേതാവിനെ PP ദിവ്യ ഇപ്പോൾ ഏതോ സ്ഥിരം സമിതി അധ്യക്ഷയോ കമ്മിറ്റിയിലൊക്കെ എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അവരുടെ കൂടെയുള്ള യുവാക്കളായിട്ടുള്ള യുവതികളായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർമാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? അല്ല, ഈ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ പോയി, വേറെ ഒരുപാട് പേര് പോയി സ്വീകരിച്ചു. അപ്പൊ കിട്ടുന്ന ഒരു മെസ്സേജ് എന്താ? മെസ്സേജ് എന്താണ് ഇതിനകത്ത് കിട്ടുന്നത്? പാർട്ടി നേതാക്കൾ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കണം എന്താ? തെറ്റ് ചെയ്താലും നമ്മുടെ പാർട്ടി രക്ഷിക്കും, പാർട്ടിക്കാരെ സംബന്ധിച്ച്. തെറ്റ് ചെയ്തെല്ലാം പിന്നെ സത്യത്തിന് വേണ്ടി നിന്നാൽ ജീവൻ പോകും. ഉദ്യോഗസ്ഥർക്ക് എത്തുന്ന മെസ്സേജ്. പൊതുസമൂഹത്തിന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും രക്ഷപ്പെടാം, പണം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം, അധികാരം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം, ബ്യൂറോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കളക്ടറായാൽ ആരെയും കൊല്ലാം. ശ്രീരാം വെങ്കട്ടരാമൻ ബഷീർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തനം ഇടിച്ചു കൊന്നു. എവിടെ എത്തി കേസ്? ഇങ്ങനെ കിടന്ന് ഉരുളുകയല്ലേ. കേസ് അങ്ങോട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് പറയുന്നൊരു മെസ്സേജ്, അല്ലെങ്കിലേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പഴമൊഴി എന്താണ്? പണത്തിന് മുകളിൽ പരുന്തും പറക്കൂല. നമ്മൾ പഠിച്ച് എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ്. പണത്തിന് മുകളിൽ പരുന്ത് പറക്കത്തില്ല. ഇതിപ്പോൾ പണത്തിൻ്റെ മാത്രമല്ല, അധികാരവും ഉണ്ട് അതിൻ്റെ കൂടെ, സ്വജനപക്ഷപാതമുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിലും പരുന്ത് പറക്കൂല. സകലതിൻ്റെ മുകളിൽ മഴമേഘങ്ങൾക്ക് മുകളിൽ കൂടെ പറക്കുന്ന ആളാണ് ആ ഒരു പരുന്ത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മഴമേഘങ്ങളുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടി, മഴ നനയാതെ മഴമേഘങ്ങൾക്ക് മുകളിൽ കൂടി പറക്കാൻ കഴിയുന്ന ആളാണ് പരുന്ത്. എല്ലാത്തിൻ്റെ മുകളിൽ കൂടെ പറക്കാൻ. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ കൂടെ പറക്കേണ്ടത് ആരാണ്? സത്യം, നീതി, ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് തിരിച്ചു പറയാം, സത്യം, നീതി, സഹിഷ്ണുത, ഇങ്ങനെ കുറേ കാര്യം, ദയ, കാരുണ്യം, ഇങ്ങനെ ആകുന്ന ധർമ്മങ്ങളുണ്ട്. ഇതെല്ലാം വലിയ മുകളിൽ നിൽക്കേണ്ടത്. താഴെയിലെ ബാക്കി കള്ളത്തരമൊക്കെ നിൽക്കാവും. ഇതിപ്പോൾ എന്താ മുകളിൽ കയറി നിൽക്കുന്നത്? സത്യം താഴെ, നീതി അതിൻ്റെ താഴെ, സ്നേഹവും സഹാനുഭൂതിയും എല്ലാം അതിൻ്റെ താഴെ. മുകളിൽ നിൽക്കുന്നത് സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം, കൊലപാതകം. ആത്മഹത്യയാണെങ്കിലും അത് ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി കൊലപാതകമാണെങ്കിലും ചെയ്തോട്ടെ, അത് ആത്മഹത്യയായി നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും, ബന്ധപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റും, കോടതിയിൽ നമ്മൾ തർക്കിച്ച് വാദിച്ച് ജയിച്ചാൽ മതി എന്ന് പറയുന്നത് ഒരു നല്ല സന്ദേശമല്ല. ഒരിക്കലും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല. വീട്ടുകാരുടെ സംശയങ്ങൾ, രക്തക്കറ കണ്ട സാഹചര്യത്തിൽ, ഈ സെൻറ്റിമീറ്ററിൻ്റെ കഴുത്തിലുള്ള കുരുക്കൻ്റെ സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം പറഞ്ഞ സാഹചര്യത്തിൽ, ഞാനീ പറഞ്ഞ മറ്റ് പല സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് മീൻസ് പൊതുസമൂഹത്തിന് അനുകൂലമായ ഒരു വിധി വരും. ഇത് നല്ലൊരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നല്ലൊരു അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ഒരു നാൾ വഴി ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടുകാർ എവിടെ പോയത്? കോടതി പോയത്. അല്ല, അവർ ആദ്യമൊന്നും പോയില്ല, അവസാനമാണ് പോയത്. പോയപ്പോൾ അവർക്ക് ഇതിനകത്ത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള സംവിധാനത്തിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ പോയി. അത് കോടതി എന്തായാലും
ഈ പൊതു സമൂഹത്തിൽ നടക്കുന്ന പൊതുവികാരം കൂടി ആര് കാണട്ടെ. നമ്മൾ ഈ ചാനലുകളിൽ യൂട്യൂബിലൊക്കെ ഓൺലൈനിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പൊതുവികാരമുണ്ട് സമൂഹത്തിൻ്റെ. ഈ പൊതുവികാരം കൂടെ ആര് കാണണം? ജഡ്ജിമാർ കാണണം. അവർ മനുഷ്യരാണ്. എന്താണ് ഇത് കേട്ടങ്ങോട്ട് ഉത്തരവിടണമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു വിഷയത്തിൽ നിയമവും ഉണ്ട്, ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം കൂടെ ചേർന്നിട്ടല്ലേ നമ്മെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വികാരമാണ് കേരളത്തിൽ, ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്, സർക്കാരിനും ബാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ സധൈര്യം ജോലി ചെയ്തോളൂ, തെറ്റ് ചെയ്യുന്നവർ രക്ഷിക്കപ്പെടില്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവരായാലും രക്ഷിക്കപ്പെടില്ല, എത്ര വമ്പനായാലും രക്ഷിക്കപ്പെടില്ല എന്നൊരു മെസ്സേജ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്.